പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ നിലപാട് കടുപ്പിക്കുന്നു CPIM. രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച അമ്പലപ്പുഴയിൽ പരിപാടി സംഘടിപ്പിക്കും. രക്തസാക്ഷി ഭുവനേശ്വരനെ അപമാനിച്ചെന്ന് ബ്രാഞ്ച് തലം മുതൽ പ്രചാരണം നടത്തും. ജി സുധാകരന്റെ വീടിന് മുന്നിൽ വർഗവഞ്ചകൻ എന്ന ബാനറുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇന്നലെ കണ്ടു അല്ലേ? അശ്വിൻ ബാലഴി ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. നേരത്തെ ഈ പരമോന്നത നേതാവ് മരിച്ചാൽ എന്താണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പോലെ ദീർഘനാൾ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആൾ പുറത്തേക്ക് പോയാൽ എന്താണ് പ്രോട്ടോകോൾ എന്നൊരു പരിപാടി പാർട്ടിക്കുണ്ട്. അതിൽ വർഗവഞ്ചകൻ എന്ന വിളി ആദ്യം ഉണ്ടാവും, പിന്നെ അതിൽ പ്രചണ്ഡ പ്രചാരണം, ഏതാണ്ട് അതേ വെരി സെയിം രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, സ്മിത. എന്തായാലും ഇന്നലെ ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് ഞാൻ ഇനി സ്വതന്ത്രൻ എന്ന നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ആലപ്പുഴയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഏറ്റവും ആദ്യം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അത് വർഗവഞ്ചകന് മാപ്പില്ല വോട്ടില്ല എന്നതായിരുന്നു. CPMന്റെ ഔദ്യോഗിക പോസ്റ്ററായിരുന്നു. അതിനിപ്പുറം ഒരു ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ ഇതാ ജി സുധാകരന്റെ വീടിന് മുന്നിൽ സമാനമായ പോസ്റ്ററുകൾ വരുന്നു. സുധാകരന്റെ വീടിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുന്നു. പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ അല്ലെങ്കിൽ ഒരു സാധ്യതയുടെ റിപ്പോർട്ടിന്റെ ഒക്കെ പുറത്താണ് പോലീസ് സുരക്ഷയടക്കം ജി സുധാകരന്റെ വീടിന് മുന്നിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇതുവരെ സുധാകരൻ പുറത്തേക്ക് വന്നുള്ളത് ഇനിയൊരു പരസ്യ പ്രതികരണം ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു കരുതൽ നിലവിലില്ല. എന്തായാലും ഇന്നലെ സുധാകരൻ പാർട്ടി വിട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജന്മനാടായ താമരക്കുളത്തായിരുന്നു. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വളർന്നതും ആ നാട്ടിലാണ്. അവിടെ ഇന്നലെ പാർട്ടി അണികൾ, നൂറുകണക്കിന് വരുന്ന പാർട്ടി അണികൾ തെരുവിലിറങ്ങി. ജി സുധാകരനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളുമായിരുന്നു അവരുടെ പ്രകടനം. ആ പ്രകടനം അവസാനിച്ചത് ജി സുധാകരന്റെ സഹോദരൻ രക്തസാക്ഷി ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി കുടീരത്തിലാണ്. അവിടെയും സമാനമായ മുദ്രാവാക്യവും രൂക്ഷമായ പ്രസംഗവുമൊക്കെയായിരുന്നു ജി സുധാകരനെതിരെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ വീടിന് സമീപത്തേക്ക് വന്നാൽ ഈ വർഗവഞ്ചകന് മാപ്പില്ല വോട്ടില്ല എന്ന ആ പോസ്റ്ററുകൾ വീടിന് മുന്നിലും CPIM പതിച്ചിട്ടുണ്ട്. അല്പം അപ്പുറത്തേക്ക് പോയാൽ കുലം കുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്ന ബാനർ വീടിന് മുന്നിലായി കെട്ടിയിട്ടുണ്ട്. അത് ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലാണ്. ഈ വീടിരിക്കുന്ന പ്രദേശമാണ് ഭഗവതിക്കൽ. ഇവിടുത്തെ പാർട്ടി അണികളാണ് ആ പോസ്റ്റർ വെച്ചിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് പാർട്ടി സംഘടിതമായ രീതിയിൽ ഈ നിലവിലത്തെ പ്രശ്നത്തെ നേരിടാൻ ഒരുങ്ങുകയാണ്. അതായത് വിശദീകരണ ഇന്നലെ നാസർ ആദ്യം പറഞ്ഞത് ഈ പറയുന്ന സമവായത്തിന് ഇനിയും സ്കോപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ചെയ്യാൻ പാടില്ലാത്ത ആണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴും അതിനുശേഷവും ചില നേതാക്കളുടെ പ്രതികരണമൊക്കെ സമവായത്തിന് ഇനി സ്കോപ്പുണ്ടെന്ന് തന്നെയായിരുന്നു. പക്ഷേ അതില്ല, അത് വേണ്ട, ഇനി സമവായങ്ങളില്ല, ഇനിയിപ്പോൾ ഡിഫൻസിൽ നിന്ന് ഒഫൻസിലേക്ക് പോവുക എന്ന നടപടിയിലേക്ക് പാർട്ടി കിടക്കുന്നത്. അതുകൊണ്ടാണല്ലോ 63 വർഷം പാർട്ടി നേതാവായിരുന്ന ഒരാളെ വർഗവഞ്ചകൻ എന്ന പാർട്ടിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ടാവുന്നത്. അശ്വിൻ, അല്ലേ? സമവായത്തിന് ഇനി സമയമുണ്ട് എന്ന് പറഞ്ഞ നാസർ തന്നെയും അതിനുള്ള സമയമില്ല എന്നുള്ള രീതിയിലുള്ള മറ്റു പ്രതികരണങ്ങളും ജി സുധാകരനെതിരെ അതിരൂക്ഷമായി നടത്തിയിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതായിരുന്നു നാസറിന്റെ പ്രതികരണം. അത്തരത്തിലൊരു പ്രതികരണം നടത്തിയ പാർട്ടിയുടെ ഒരു അണിയോ എങ്കിലും ഒരു അനുനയ ശ്രമത്തിന് ഇനി ജി സുധാകരന്റെ വീട്ടിലേക്കോ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അദ്ദേഹത്തിനൊപ്പമുള്ള ചില അനുഭാവികളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയുകയാണ് CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ബ്രാഞ്ച് തലം മുതൽ കൃത്യമായ അച്ചടക്കത്തോടെ, കൃത്യമായ ആസൂത്രണത്തോടെ ചില പരിപാടികൾ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന പരിപാടിയിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുക്കും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്ന സാഹചര്യത്തിൽ തുടർ പരിപാടികൾ എങ്ങനെ വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. അതിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പാർട്ടിക്കെതിരെ ഒരു കടന്നുള്ള പ്രതികരണം നടത്താതെയായിരുന്നു കരുതലോടെയുള്ള ജി സുധാകരന്റെ പ്രതികരണം. അത് പാർട്ടി അണികളുടെ വോട്ട് കൂടി തെരഞ്ഞെടുപ്പിൽ നേടുക എന്ന ലക്ഷ്യത്തിലാണ്. ആ ലക്ഷ്യം തകർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് രക്തസാക്ഷി വിരുദ്ധ പ്രചരണം നടത്തി എന്നുള്ള പേരിൽ പാർട്ടി ഒരു പ്രചരണം നടത്തുന്നത്. സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന പ്രചരണം ജി ഭുവനേശ്വരനെ ഉയർത്തിക്കാട്ടിയുള്ള പോസ്റ്റുകളാണ്. അത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം മുതിർന്ന പാർട്ടി നേതാക്കളടക്കം എല്ലാവരും ആ പോസ്റ്റുകൾ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ജി സുധാകരനെതിരായ പ്രചാരണത്തിന്റെ പാർട്ടിയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ജി ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ആ രക്തസാക്ഷിയെ അപമാനിച്ചു എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉയർത്തിക്കാട്ടുന്ന പ്രചരണം. എന്തായാലും ഇന്നലെ തന്നെ ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ചുവരെഴുത്തോ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളോ എനിക്കുണ്ടാവില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും മറ്റു രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരിക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുക. ഇനിയിപ്പോൾ പാർട്ടിയുടെ പ്രതിരോധമാണ് കേരളം കാണാനിരിക്കുന്നത്. നാളെ മുതൽ അതിലേക്കുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും. വർഗവഞ്ചകന് മാപ്പില്ല,
2 ഗാ വേണോ? ഒരു ഗാ മതി. അപ്പൊ ഇന്നലെ CPM-ന്റെ രാത്രിയിലത്തെ പോസ്റ്ററിൽ വർഗ്ഗയ്ക്ക് 2 ഗാ ഉണ്ടായിരുന്നു. 1 ഗാ മതി. എപ്പോഴും തെറ്റിക്കുന്ന ആൾക്കാർ ഒരുപാട് കാര്യമുള്ളൂ. വർഗ്ഗ പോരെ? അതെ മതി. പുതിയ വിവരം പ്രകാരം 2 ഗായാണോ? ഇല്ല വർഗ്ഗവഞ്ചകൻ അക്ഷരത്തെറ്റിന് മാപ്പില്ല. അക്ഷരത്തെറ്റിന് മാപ്പില്ല. അത് മാത്രമല്ല ഹാഷ്മി, ഇന്നലെ കണ്ടത് അദ്ദേഹത്തോട് ഇത്രയും കാലം ഒരു ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നവർ പോലും അവസാനം അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ പന്തളംകുളയിലെ സഖാവ് ഭുവനേശ്വരൻ അവിടുത്തെ രക്തസാക്ഷിയാണ്. ഇപ്പോൾ അനശ്വര ഭുവനേശ്വര ഒന്ന് ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളതാണ് വ്യക്തിപരമായി. രാജൻ ഭുവനൻ മുസ്തഫമാരുടെ, രാജേഷ് ജോബി ആൻഡ്രൂസ്മാരുടെ എരിയുന്ന ചികയുന്ന പുകയുന്ന കുഴിമാടം കൈയുണ്ട് ഞങ്ങൾ പറയുന്നു, മാറ്റണം മാറ്റി എഴുതണം, നാറിപ്പുഴുത്തൊരു നാടിന് വ്യവസ്ഥിതി എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ ഭുവൻ പന്തനംകുളയിലെ ആദ്യ രക്തസാക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനാണ്. അപ്പോൾ ഇവിടെ സിജേഷ് ചാല പറയുന്നുണ്ട്, പ്രോട്ടോകോൾ ഒന്നുമല്ല ഹാഷ്മി, ചങ്ക് പൊട്ടുന്ന സഖാക്കളുടെ വേദനയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇത് ചാനലിൽ നിന്ന് ചാനലിലേക്ക് അതുപോലെയല്ല. പിന്നെ ന്യൂജൻ പറയുന്നത് പോലെ തേപ്പ് അതുമല്ല എന്ന് പറയണം. അപ്പോൾ ഉറപ്പായും പാർട്ടിക്കുള്ളിൽ ആ വികാരം ഉണ്ടാവും. 63 വർഷം പാർട്ടിക്കാർ പോയതാണ്. അവിടെ 4 തവണ എന്താണ് 4 തവണ MLA ആയതാണ്, 7 തവണ മത്സരിച്ചതാണ്, 4 തവണ MLA ആയതാണ്, 2 തവണ മന്ത്രിയായതാണ്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ ഇരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഒരാൾ പാർട്ടി വിട്ട് സ്വതന്ത്രനായി UDF പിന്തുണയിൽ മത്സരിക്കുന്നു വെക്കുമ്പോൾ അവിടുത്തെ സാധാരണ സഹാക്കൾക്ക് സങ്കടം ഉണ്ടാകുന്ന കാര്യം തർക്കമില്ല. പക്ഷേ അപ്പോൾ ജി സുധാകരൻ പറയുന്നു, എന്നെ അപമാനിച്ചു, എന്നെ അന്വേഷിച്ച് പീഡിപ്പിച്ചു, അവിടെ സലാം ജയിച്ചതിന് ശേഷം എന്തിനു അന്വേഷണം പ്രഖ്യാപിച്ചു ചോദിക്കുന്നു. അന്വേഷണത്തിൽ പുറത്താക്കാനുള്ള തീരുമാനം കരീമിൻ്റെ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണ്. എൻ്റെ പിതാവിനെ വരെ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വേദനകൾ, വികാരങ്ങളുണ്ട്, അഭിമാനം എന്നൊക്കെ ഉണ്ട്. പലവട്ടം അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വേദനയായി പറയുന്നത്. ഇപ്പോൾ സാധാരണ സഹാക്കളുടെ ചങ്ക് പൊട്ടുന്ന വേദനയ്ക്കൊപ്പം തന്നെ ജി സുധാകരനും വേദനയുണ്ട് എന്ന് സുജേഷ് ചാല മനസ്സിലാക്കുന്നുണ്ടാവും. മാറുമ്പോൾ അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ന്യായീകരിച്ചവർ പോലും അത് തിരിച്ചും പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.